കന്നിക്കൂറിൽ ജനിച്ചവരുടെ, അതായത് 1201 ആണ്ടിലെ ചിങ്ങമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്നതാണ് കന്നിക്കൂറ്. അതായത് 17/8/2025 മുതൽ 16/9/2025 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. രോഗത്തിനാൽ ദുഃഖം അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും രോഗശാന്തി ലഭിക്കും. മറ്റു ശാരീരിക പ്രയാസങ്ങളാൽ കൈ കാൽ വേദന, വാദസംബന്ധമായ രോഗങ്ങളുള്ളവർക്കും അതിൽ നിന്ന് മോചനം ലഭിക്കും. ദിവസക്കൂലിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം സാമ്പത്തിക ലാഭം കൂടുതൽ പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലം മാറ്റമോ പ്രമോഷനോ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. മാനഹാനി വരാനിരുന്നത്, അതായത് ഒരു മാനഹാനി വരാനിരുന്നത് ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് അത് തൽക്കാലം അത് മാറിപ്പോയി. അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. പല വിധത്തിലും സ്വരുക്കൂട്ടി വച്ചിരിക്കുന്ന പണം ദേശസാൽകൃത ബാങ്കിലല്ലാതെ വേറെ ഒരിടത്ത് നിക്ഷേപിക്കരുത്. കാരണം നിങ്ങളുടെ ധനം നഷ്ടപ്പെടേണ്ട സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇത് കേന്ദ്ര സർക്കാർ ബാങ്കായ SBI മുതലായ ബാങ്കുകളിൽ നിക്ഷേപിക്കുക. അതുപോലെ തന്നെ ലോൺ എടുക്കുന്നതും മുകളിൽ പറഞ്ഞ ബാങ്കുകളിൽ നിന്നും എടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പണയം വച്ചിരിക്കുന്ന നിങ്ങളുടെ വിലപ്പെട്ട വസ്തുക്കൾ തിരിമറി നടത്തി പോകേണ്ട സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടാം. ശുഭകർമ്മങ്ങൾ, അതായത് പ്രാർത്ഥനകൾ, ദാനങ്ങൾ മുതലായവയ്ക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു സമയമാണ്. ബന്ധുക്കൾ നിങ്ങളുടെ വീട്ടിൽ വരികയും നിങ്ങളെ കണ്ടറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഉദ്യോഗസ്ഥർ അവർ ജോലി നോക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് അവർക്ക് മോശം പേര് വരാതെ ശ്രദ്ധിക്കണം. അശ്രദ്ധയും നിരുത്തരവാദിത്വവും നിങ്ങളുടെ ജോലിയെ ബാധിച്ചേക്കാം. കണ്ടകശനി കാലമാണ്. അതിൻ്റെ ചെറിയ ദോഷങ്ങളും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദശാസന്ധിയും അപകാര ദശകളും കൂടി പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ പറയുവാൻ സാധിക്കും. ഒരു വ്യക്തിക്കോ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കോ നല്ല ഗ്രഹത്തിൻ്റെ ദശാസന്ധികളോ അപകാര ദശയോ ഗ്രഹപകർച്ചയോ നടക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കുടുംബത്തിൽ നല്ല നേട്ടങ്ങളുണ്ടാകാം, നല്ല ഗുണഫലങ്ങൾ ധാരാളം ലഭിക്കാം. മറിച്ചാണെങ്കിൽ മോശഗ്രഹത്തിൻ്റെ ദശാസന്ധിയോ അപകാര ദശയോ ഗ്രഹപകർച്ചയോ നടക്കുകയാണെങ്കിൽ മോശഫലങ്ങൾ വരുവാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ ഒരു ജ്യോതിഷനെ കണ്ട് നിങ്ങൾ ജാതക പരിശോധനകൾ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. പാവപ്പെട്ടവർക്ക് കഴിയുന്ന രീതിയിൽ സഹായം ചെയ്യുക. അവരുടെ നല്ല മനസ്സ് നിങ്ങൾക്ക് അനുഗ്രഹം നൽകും. പ്രതിഫലം പ്രതീക്ഷിക്കരുത്. അർഹതയുള്ളവരെ സഹായിക്കുക. ക്ഷേത്രസന്നിധിയിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോവുക. ഭഗവാനെ ശരണം പ്രാപിക്കുക. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ മുഹൂർത്തപരമായതോ പൂജാപരമായതോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. എല്ലാവർക്കും മലയാള പുതുവത്സര ആശംസകൾ നേരുന്നു. കൂടാതെ തിരുവോണ ആശംസകളും നേരുന്നു. എല്ലാവർക്കും സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.